ലീഗ് ഭീഷണിപ്പെടുത്തിയെന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു? ലീഗ് അഭിപ്രായം പറയുന്നതിനുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ലീഗ് ഭീഷണിപ്പെടുത്തിയെന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി പോകട്ടെ, AP സമസ്ത ഹൈക്കമാൻഡിന് കത്തയച്ചു. AP സമസ്ത ഈ UDF-നുള്ള സംഘടനാ സംവിധാനത്തിനുള്ള സംവിധാനമാണോ? AP സമസ്ത അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൽ AP സമസ്തയ്ക്കെതിരെ ആർക്കും ഒരു വിമർശനവുമില്ല. പക്ഷെ ഘടകകക്ഷി ഹൈക്കമാൻഡിൽ കൃത്യമായ നിലപാടെടുക്കുന്നതും അവർക്കൊരു അഭിപ്രായം പറയുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കും നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടാണ്, വിഷമമാണ്, വേദനയാണ്. സമസ്ത കത്തയച്ചു നമ്മുടെ കോഴിക്കോട് ബ്യൂറോയാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതിലൊക്കെ ഒരു അനുപാതരഹിതമായ തരത്തിലുള്ള ആക്രമണ ബുദ്ധിയുണ്ട്. അത് തിരിച്ചറിയാൻ മിനിമം കോമൺ സെൻസ് ഉള്ളവർക്ക് കഴിയും. ഇനി ഇതെല്ലാം, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത് ഈ തീരുമാനം വൈകുന്ന ഓരോ നിമിഷവുമാണ്. ഇതിന് നാളെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ നാളെ അടുത്ത വിവാദമുണ്ടാകും, മറ്റന്നാൾ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മറ്റന്നാൾ അടുത്ത വിവാദമുണ്ടാകും. ഇനി 10 ദിവസം മാത്രമാണ് ദീപാദാസ് മുൻഷി പറഞ്ഞ 23 ദിവസത്തിലേക്ക് പോകുന്നത്. പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ മുഖ്യമന്ത്രിയും 4 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്താലും മതി, മന്ത്രിസഭ വരാൻ പിന്നീട് വേണമെങ്കിൽ തീരുമാനമെടുത്താലും മതി. അതുകൊണ്ട് അത്രത്തോളം വലിയ സ്തംഭനമൊന്നും ഉണ്ടാകില്ലെങ്കിലും ഇതൊരു മര്യാദയ്ക്ക് പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും നല്ലത്.